ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു PSC ചലഞ്ചർ ഡെയിലി കറണ്ട് അഫേഴ്സ്. അപ്പൊ നമുക്ക് എല്ലാ ദിവസവും രാവിലെ 8 മണിക്കുള്ള ഈ സെഷൻ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ഇന്ത്യയിൽ ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി വയോജന കമ്മീഷൻ രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ കേരളം, ഓപ്ഷൻ ബി തമിഴ്നാട്, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി കർണാടക. വയോജനങ്ങളുടെ ക്ഷേമത്തിന് ഏകദേശം കാര്യങ്ങൾ പേര് മനസ്സിലാക്കുമ്പോൾ തന്നെ പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതിലെവിടെയാണ് വയോജനങ്ങൾക്കായിട്ട്, പ്രായമായ ആളുകൾക്കായിട്ട് ഒരു വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനം ഓപ്ഷൻ എ ആണ് ആൻസർ, കേരളമാണ്. വയോജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി വയോജന കമ്മീഷൻ രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം, ഓപ്ഷൻ എ. വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പിക്കാൻ വേണ്ടിയാണ് വയോജന കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ഓർത്തു വെച്ചേക്കുക, ചെയർമാൻ ഉൾപ്പെടെ ഈ വയോജന കമ്മീഷന്റെ അംഗങ്ങളുടെ എണ്ണവും കൂടി ഓർത്തു വെച്ചേക്കണം. 5 പേരാണ് വയോജന കമ്മീഷനിലുള്ളത്. അതായത് പ്രായമായ വ്യക്തികൾക്ക് അവരുടെ സംരക്ഷണം, പുനരധിവാസം, അവരുടെ ക്ഷേമം, ഇതിനു വേണ്ടിയിട്ടൊക്കെയാണ് കേരളത്തിൽ വയോജന കമ്മീഷൻ വരുന്നത്. ഈ വയോജന കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5. മറന്നു പോകരുത്. ഇത്രയും പോയിന്റ്സ് അതുമായി ബന്ധപ്പെട്ട് ഓർത്തു വെച്ചേക്കണം. ഞാൻ അടുത്തത്, ഈ കമ്മീഷനിൽ ഉൾപ്പെടുന്ന എല്ലാ അംഗങ്ങളും വയോജനങ്ങളായിരിക്കണം എന്നുമുണ്ട്. വയോജനങ്ങൾക്കല്ലേ വയോജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ ഈ ഒരു കമ്മീഷനിൽ ഉൾപ്പെടുന്നവരെല്ലാം തന്നെ വയോജനങ്ങളായിരിക്കണം എന്നുണ്ട്. ഒരാൾ വനിതയും മറ്റൊരാൾ പട്ടിക വിഭാഗത്തിൽ നിന്നുമുള്ളവരായിരിക്കണം. 3 വർഷമാണ് കാലാവധി. ആസ്ഥാനം തിരുവനന്തപുരമാണ്. സോ ടോട്ടൽ 5 പേരുണ്ട്, ചെയർമാൻ ഉൾപ്പെടെ. ഇതിൽ ഒരാൾ വനിതയായിരിക്കണം, ഒരാൾ പട്ടികവർഗത്തിൽ നിന്നുള്ള ആളായിരിക്കണം. കാലാവധി 3 വർഷമാണ്. ഇതിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണെന്നും ഓർത്തു വെച്ചേക്കുക. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് വയോജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി വയോജന കമ്മീഷൻ വരുന്നത്. എവിടെ? കേരളത്തിൽ. ഓർത്തു വെക്കാമല്ലോ. നെക്സ്റ്റ്, കേരളത്തിൽ മറൈൻ ഇക്കോ സിറ്റി സ്ഥാപിക്കുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി എറണാകുളം, ഓപ്ഷൻ ഡി ആലപ്പുഴ. ഞാനിത് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് കിട്ടി. മറൈൻ എക്കോ സിറ്റി എവിടെയാണ്? മറൈൻ എക്കോ സിറ്റി നമ്മുടെ കേരളത്തിൽ വരുന്നത്. മറൈൻ എന്നൊക്കെ പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി അല്ലേ? നമ്മുടെ എറണാകുളം മറൈൻ ഡ്രൈവിലാണ് മറൈൻ എക്കോ സിറ്റി സ്ഥാപിക്കുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കുക. എറണാകുളം ജില്ലയിൽ മറൈൻ ഡ്രൈവിന് സമീപമാണ് ഇത് വരുന്നത്. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിനാണ് നിർമ്മാണ ചുമതല എന്ന കാര്യവും കൂടെ ഓർത്തു വെച്ചേക്കുക. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡാണ് ഈ മറൈൻ എക്കോ സിറ്റിയുടെ നിർമ്മാണ ചുമതല വഹിക്കുന്നത്. മറൈൻ ഡ്രൈവിന് സമീപം. ഏത് ജില്ല? എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ മറൈൻ ഡ്രൈവിന് സമീപമാണിത് നിർമ്മിക്കുന്നതെന്ന് ഓർത്തു വെച്ചിരിക്കുക. ടീ ബോർഡ് ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം 2024 തേയില കയറ്റുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 1, 2, 3, 4. നമ്മുടെ അത്യാവശ്യം തേയില കയറ്റുമതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഇന്ത്യ അല്ലേ? അപ്പൊ ടീ ബോർഡ് ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം 2024 തേയില കയറ്റുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നാണ് ചോദ്യം. 1, 2, 3, 4. എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം? ഇന്ത്യയുടെ സ്ഥാനം 2ാം സ്ഥാനം കേട്ടോ. അപ്പൊ 1ാം സ്ഥാനത്ത് ആരാണെന്ന് നോക്കാം. യെസ്, 1ാം സ്ഥാനത്ത് കെനിയാണുള്ളത്. 3ാം സ്ഥാനം ശ്രീലങ്കയുമാണ്. ഓർത്തു വെച്ചേക്കാവല്ലോ. ഇനി ഈ 2024 ഇത്. അപ്പൊ 2023 ഇന്ത്യയുടെ സ്ഥാനം 3ാം സ്ഥാനമായിരുന്നു. ഇപ്പൊ ഇന്ത്യ 2ാം സ്ഥാനത്താണെങ്കിൽ 2023 നമ്മൾ 3ാം സ്ഥാനത്തായിരുന്നു എന്ന് ഓർത്തു വെച്ചേക്കുക. 254 മില്യൺ കിലോഗ്രാം തേയിലയാണ് ഇന്ത്യ കയറ്റുമതി ചെയ്തത് എന്നും കൂടി ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ ടീ ബോർഡ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ 2024 തേയില കയറ്റുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 2 ആണെങ്കിൽ 2023 3ആണ്. ഏറ്റവും കൂടുതൽ തേയില കയറ്റുമതി ചെയ്ത രാജ്യം ചോദിച്ചാൽ കെനിയാണ്. 3ാം സ്ഥാനത്തുള്ള രാജ്യം ശ്രീലങ്കയുമാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് ഒരു സെഷൻ ഉണ്ട്. ഇത് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സുകളൊക്കെ www.challengerup.in എന്ന വെബ്സൈറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ www.challengerup.in എന്ന വെബ്സൈറ്റിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ കോഴ്സുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാം. അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ബാച്ച് ഉണ്ട്, അതുപോലെ ദേവസ്വം LDCയുടെ ബാച്ച് ഉണ്ട്,
ജനറൽ PSC ബാച്ച് ഉണ്ട്, കേറ്ററ്റ്, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ ദിവസത്തെ നോട്ടിഫിക്കേഷൻ ഇന്നലെ എന്തൊക്കെ ആയിട്ട് എത്തും, ദിവസമാണെങ്കിൽ അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളൊക്കെ തന്നെ ലൈവ് ആണ്, അതായത് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചോടൊപ്പം തന്നെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ഫ്രീ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം നമ്മുടെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാവും. ജോയിൻ കോഴ്സ് ക്ലിക്ക് ചെയ്യുക, അവിടെ സജിത 199 എന്ന കൂപ്പൺ കോഡ് കൊടുക്കുക. 2000 മാത്രമേ കോഴ്സിലുള്ളൂ. ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെന്റും കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ ആപ്പിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അങ്ങനെ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക. www.challengerup.in ഇതാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കേരളം എന്ന പുസ്തകം ഇറക്കിയത് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല, കേരള സാഹിത്യ അക്കാദമി, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കേരളം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കേരളം എന്ന പുസ്തകം ഇറക്കിയത് ആരാണ്? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഓപ്ഷൻ സി ആണെന്ന് ഓർത്തു വെച്ചേക്കുക. 2025 മാർച്ചിൽ പ്രസിദ്ധീകരിച്ച ഹുറൂൺ ഗ്ലോബൽ റിച്ച് ലിസ്റ്റ് പ്രകാരം ലോകത്തിലെ ഏറ്റവും അതിസമ്പന്നരായ 10 വനിതകളുടെ പട്ടികയിൽ ഏഷ്യയിൽ നിന്ന് ഉൾപ്പെട്ട ആദ്യ വനിത സുധാമൂർത്തി, സാവിത്രി ജിൻഡാൽ, റോഷ്നി നാടാർ, രേഖ ജൂൻജുൻവാല. അതായത് ഹുറൂൺ ഗ്ലോബൽ റിച്ച് ലിസ്റ്റ് പ്രകാരം ലോകത്തിലെ അതിസമ്പന്നരായ 10 വനിതകളുടെ കൂട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ട വനിത ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ആൻസർ, റോഷ്നി നാടാർ ആണ്. അതായത് HCL ടെക്നോളജീസിന്റെ ചെയർപേഴ്സൺ ആണ്. ഈ 10 വനിതകൾ 5ാം സ്ഥാനമാണ് റോഷ്നി നാടാർക്കുള്ളത്. ഈ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളത് ആലിസ് വാൾട്ടൺ ആണെന്നും കൂടെ ഓർത്തു വെച്ചേക്കുക. 1ാം സ്ഥാനം ആലിസ് വാൾട്ടൺ ആണ്, 5ാം സ്ഥാനമാണ് റോഷ്നി നാടാർക്ക് ഉള്ളത്. 2025 മാർച്ചിൽ ഇന്ത്യയുടെ 3 സേനാ വിഭാഗങ്ങളും സംയുക്തമായി നടത്തിയ പ്രചണ്ഡ പ്രഹാർ സൈനിക അഭ്യാസത്തിന് വേദിയായത് നാവികസേനയും കരസേനയും വ്യോമസേനയും കൂടി ചേർത്തിട്ടാണ്. രാജസ്ഥാൻ, അരുണാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്. പ്രചണ്ഡ പ്രഹാർ എന്ന സൈനിക അഭ്യാസത്തിന് വേദിയായത് അരുണാചൽ പ്രദേശ് ആണ്. 3 സേനാ വിഭാഗങ്ങളും സംയുക്തമായി നടത്തിയ ഒരു സൈനിക അഭ്യാസമാണ്. അതായത് നമുക്ക് 2024 പ്രതിരോധ സേന ഒരെണ്ണം നടത്തിയിട്ടുണ്ടായിരുന്നു, പൂർവി പ്രഹാർ. ഈ പൂർവി പ്രഹാർ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പിന്തുടർച്ചയായിട്ടാണ് പ്രചണ്ഡ പ്രഹാർ 2025 വരുന്നത്. കരസേനയും വ്യോമസേനയും നാവികസേനയും കൂടെ ചേർന്നിട്ടുള്ള സംയുക്ത അഭ്യാസത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ പ്രചണ്ഡ പ്രഹാർ. ഈ പ്രചണ്ഡ പ്രഹാറിന് വേദിയായ സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ അത് അരുണാചൽ പ്രദേശ് ആണെന്നും ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് ഒന്നുകൂടി ക്വിക്കായിട്ട് എല്ലാം ഒന്ന് പറഞ്ഞു പോകാം, റിവിഷൻ പോലെ. അപ്പൊ നമ്മുടെ ചാനൽ ഇതിനായിട്ട് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ദിവസവും രാവിലെ 8 മണിക്കാണ് നമ്മൾ ഈ ഒരു സെഷൻ. അതുപോലെ തന്നെ നമ്മുടെ www.challengerup.in നമ്മുടെ വെബ്സൈറ്റ് ആണ്. കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ അതുവഴി പർച്ചേസ് ചെയ്യുക. ഇന്ത്യയിൽ ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി വയോജന കമ്മീഷൻ രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. കേരളത്തിൽ മറൈൻ എക്കോസിറ്റി സ്ഥാപിക്കുന്നത് എറണാകുളം ജില്ല. ടീ ബോർഡ് ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം 2024 തേയില കയറ്റുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 2. 2025 മാർച്ചിൽ പ്രസിദ്ധീകരിച്ച ഹുറൂൺ ഗ്ലോബൽ റിച്ച് ലിസ്റ്റ് പ്രകാരം ലോകത്തിലെ ഏറ്റവും അതിസമ്പന്നരായ 10 വനിതകളുടെ പട്ടികയിൽ ഏഷ്യയിൽ നിന്ന് ഉൾപ്പെട്ട ആദ്യ വനിത റോഷ്നി നാടാർ. 2025 മാർച്ചിൽ ഇന്ത്യയുടെ 3 സേനാ വിഭാഗങ്ങളും സംയുക്തമായി നടത്തിയ പ്രചണ്ഡ പ്രഹാർ സൈനികാഭ്യാസത്തിന് വേദിയായത് അരുണാചൽ പ്രദേശ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സെഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. മാക്സിമം ഡിസ്കൗണ്ടിൽ തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ www.challengerup.in ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിലേക്ക് ചെല്ലുക. അപ്പൊ ഈ വെബ്സൈറ്റിൽ ചെല്ലുമ്പോൾ നമ്മുടെ കോഴ്സുകളൊക്കെ കാണാൻ പറ്റും. അവിടെ നിങ്ങൾ ജോയിൻ കോഴ്സ് കൊടുത്താൽ മതി. പേരും ഫോൺ നമ്പറും മൊബൈൽ നമ്പറും മെയിൽ ID ഒക്കെ തെറ്റാതെ തന്നെ കൊടുക്കുക. 3ാമത്തെ സ്റ്റെപ്പിൽ പേയ്മെന്റ് കൊടുത്തതിന് ശേഷം നമ്മുടെ ആപ്പിലേക്കാണ് പോകുന്നത്. ആപ്പിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് ഉണ്ടാവും.
ദെൻ നന്നായിട്ട് തന്നെ എല്ലാവരും പഠിക്കുക. കറണ്ട് അഫേഴ്സ് നമുക്ക് മത്സര പരീക്ഷകൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിൽ ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മറന്നു. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി കറണ്ട് അഫേഴ്സുകൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ മാക്സിമം ഡെയിലി തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. മറന്നു പോകുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക, പിന്നെ റിവിഷൻ ചെയ്യുക. ഓക്കെ സ്റ്റുഡൻസ്, അപ്പൊ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഓൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.